بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد. ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് നല്ല ഒരു ജീവിതം ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് ദീനിന്റെ പേരിൽ ഉണർത്തുകയും എല്ലാം ഓരോരുത്തരെയും ഉപദേശിക്കുകയുമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പുണ്യപുരുഷന്റെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിൽ സഅദ്മാർ ഒന്നിലധികമുണ്ട്. സഅദ് ബിൻ ഉബാദ, സഅദ് ബിൻ റബീഅ്, സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിൻ സഹൽ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിൽ ഒന്നിലേറെ സഅദ്മാരാണ്. എല്ലാവരുടെയും ചരിത്രം ഏറെ ശോഭനീയമാണ്. ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അതിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഇസ്ലാമിൽ അദ്ദേഹം വിശ്വസിച്ച് മെമ്പറാകുമ്പോൾ 30 വയസ്സ് പ്രായമായിരുന്നു. തൻ്റെ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ദുനിയാവിൽ നിന്ന് പരലോക യാത്രയായിട്ടുണ്ട്. ചുരുങ്ങിയ ഒരു പുരുഷായുസ്സാണ് ഇസ്ലാമിൽ അദ്ദേഹം കഴിച്ചുകൂട്ടിയത്. പക്ഷേ ഏറെയേറെ മഹത്വങ്ങളും വലിയ പുണ്യങ്ങളും സ്ഥാനമാനങ്ങളുമാണ് ആ മഹാരഥൻ നേടിയെടുക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കെല്ലാവർക്കും ഒരു വെളിച്ചവും മാർഗവുമാണ് എന്നതിനാലാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആലയുടെ ചരിത്രം സംസാരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു ഔസ് ഗോത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അംറ എന്നാണ്. ബനു അബ്ദുൽ അഷ്ഹൽ എന്ന് പറയുന്ന മദീനയിലെ ഔസുകാരിലെ ഉപഗോത്രത്തിൽ മെമ്പറും ചെറുപ്രായത്തിൽ തന്നെ അവരുടെ നേതാവുമായി അറിയപ്പെട്ട വ്യക്തിയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ
തൻ്റെ സഫീറായി അംബാസഡറായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവും അസ്അദ് ഇബ്നു സുറാറ എന്ന് പറയുന്ന മഹാനും മദീനയിൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി. അസ്അദ് ബിൻ സുറാറ മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അഖബയുടെ നാളുകളിൽ ഉടമ്പടിയുടെ വേളകളിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരുടെ തോട്ടത്തിൽ ബിർ ബറഖ് എന്ന് പറയുന്ന ഒരു കിണറ്റിന്റെ വക്കിൽ മിസ്അബും അസ്അദ് ഇബ്നു സുറാറയും മദീനക്കാരെ ദഅവത്ത് നടത്തുവാൻ വേണ്ടി ഇരുന്നപ്പോൾ മിസ്അബിനെതിരിലും അസ്അദ് ഇബ്നു സുറാറയ്ക്കെതിരിലും ഏറ്റവും കൂടുതൽ രോഷം പ്രകടിപ്പിച്ചത് നമ്മുടെ കഥാപാത്രമായ സഅദ് ഇബ്നു മുആദും അദ്ദേഹത്തിന്റെ ബന്ധുവായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹുമായിരുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഉസൈദിനോട് പറഞ്ഞു, ഉസൈദ്, അസ്അദ് ഇബ്നു സുറാറ എൻ്റെ അമ്മായിയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ രോഷം അവിടെ ചെന്ന് പ്രകടിപ്പിക്കുവാൻ എനിക്ക് പ്രയാസമുണ്ട്. നിങ്ങൾ ചെന്ന് മിസ്അബിനോടും അസ്അദ് ഇബ്നു സുറാറയോടും ഈ പണി നിർത്തുവാനും നമ്മുടെ നാട്ടുകാരെ അവരുടെ ആദർശത്തിൽ നിന്ന് തെറ്റിക്കുന്ന വേല നിർത്തുവാനും ആവശ്യപ്പെടണം. അതില്ല എങ്കിൽ അവർക്ക് നീരസമുണ്ടാകുന്ന ചില ഇടപാടുകൾ നമ്മളിൽ നിന്നുണ്ടാകും എന്നറിയിക്കണം. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു മുആദ് ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും അസ്അദ് ഇബ്നു സുറാറയെയും മുഖം കാണിച്ചു. ഉസൈദ് വരുമ്പോൾ തന്നെ അസ്അദ് ഇബ്നു സുറാറ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിലെ അവരുടെ നേതാക്കളിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്ന വ്യക്തിയാണ് മിസ്അബ് വരുന്നത്. ഉസൈദിനെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ സാധിച്ചാൽ അദ്ദേഹത്തിന്റെ പിന്നിലാണ് ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രമുള്ളത് എന്നറിയിച്ചു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ദൗത്യം ഉസൈദിന് മുമ്പിൽ അവതരിപ്പിച്ചു. നിങ്ങൾ ഞങ്ങളോട് ക്ഷോഭിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക, അത് നിങ്ങൾക്ക് അനിഷ്ടകരമാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു മാറി ഞങ്ങളുടെ പ്രവൃത്തികൾ ചെയ്തു കൊള്ളാം എന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉസൈദ് സമ്മതിച്ചു. അദ്ദേഹം മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലിരുന്നു. ഇസ്ലാമിനെ നന്നായി അവതരിപ്പിച്ച മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ അവതരണത്തിൽ ഉസൈദ് റളിയല്ലാഹു അൻഹു ആകൃഷ്ടനായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ദീന് സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ കുളിക്കുക, വസ്ത്രം ശുദ്ധിയാക്കുക, 2 സാക്ഷ്യവചനങ്ങളുണ്ട്, അത് ചെല്ലുക, 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുക. ഉസൈദ് അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് തിരിച്ച് സഅദ് ഇബ്നു മുആദിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ സഅദ് ഇബ്നു മുആദാണ് ഉസൈദിനെ പറഞ്ഞയച്ചത്. ദൂരെ നിന്ന് തന്നെ സഅദ് ഇബ്നു മുആദ് ഉസൈദിനെ കണ്ട് പറഞ്ഞു, ഉസൈദ് പോയ മുഖവുമായിട്ടല്ല തിരിച്ചു വരുന്നത്, എന്തോ ഒരു പന്തികേട് സംഭവിച്ചിട്ടുണ്ട്. ഉസൈദ് വന്നിട്ട് ഉസൈദ് പറഞ്ഞു, സഅദ്, മിസ്അബും അസ്അദ് ഇബ്നു സുറാറയും പറയുന്നത് ശരിയാണ്, നിങ്ങൾ അവർ പറയുന്നതൊന്ന് കേൾക്കുവാൻ മനസ്സ് കാണിക്കണം. സഅദ് ഇബ്നു മുആദ് ഏറെ അരിശം പൂണ്ടു. ഉസൈദും വഴിതെറ്റി എന്ന ധാരണയിൽ പിന്നീട് സഅദ് ഇബ്നു മുആദാണ് ബീർ ബർഖിലേക്ക് മിസ്അബിനെയും അസ്അദ് ഇബ്നു സുറാറയെയും കാണാൻ വേണ്ടി പോകുന്നത്. സഅദ് ഇബ്നു മുആദിന്റെ കയ്യിൽ അപ്പോൾ ഖടാരയുണ്ടായിരുന്നു, ആ ഖടാരയിൽ വിഷവും ഉണ്ടായിരുന്നു. മിസ്അബിനെ കൊല്ലുവാനായിരുന്നു സഅദ് ഇബ്നു മുആദിന്റെ ഉദ്യമം. പക്ഷെ സഅദ് ഇബ്നു മുആദ് വരുന്നത് കണ്ടപ്പോൾ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു മിസ്അബിനോട് പറഞ്ഞു, മിസ്അബ്, ഉസൈദിനെ പോലെ തന്നെയാണ് സഅദ് ഇബ്നു മുആദും. ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രം തങ്ങളുടെ നേതാവായി എണ്ണുന്ന മഹാപുരുഷനാണ്. അദ്ദേഹത്തെ കയ്യിലെടുക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രം ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. സഅദ് ഇബ്നു മുആദ് വന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ രൂക്ഷമായി നോക്കി. ഈ സമയം മിസ്അബ് പറഞ്ഞു, സഅദ് ഇബ്നു മുആദ്,
നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാം, പക്ഷെ ആദ്യം ഞങ്ങൾ പറയുന്നത് കേൾക്കുക. ഇത് സത്യസന്ധമാണ് എങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാമല്ലോ, അതില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ളത് നിങ്ങൾക്ക് പ്രവർത്തിക്കാം, നിങ്ങൾക്ക് നീരസമുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സഅദ് ബിൻ മുആദ് ബുദ്ധിയുള്ള ഒരു പ്രതിഭയാണ്, കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ശേഷിയുള്ള ഒരു മഹാനാണ്. അതുകൊണ്ട് തന്നെ സഅദ് ബിൻ മുആദ് ഇരുന്നു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിൽ ആകൃഷ്ടനായ സഅദ് ബിൻ മുആദും മിസ്അബിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ദീനിൽ ചേരണമെങ്കിൽ എന്താണ് ഞങ്ങൾ അനുവർത്തിക്കേണ്ടത്? മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ കുളിക്കുക, വസ്ത്രം ശുദ്ധിയാക്കുക, 2 സാക്ഷ്യവചനങ്ങളുണ്ട് അത് ചൊല്ലുക, 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുക. സഅദ് ബിൻ മുആദും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. മദീനയിൽ ഇസ്ലാം എത്തിയതിന്റെ ആദ്യ നാളിൽ തന്നെ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിലെ 2 കഥാപാത്രങ്ങൾ, ഒന്ന് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ഇവർ 2 പേരും ഇസ്ലാം സ്വീകരിച്ചു. ഈ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൽ കടന്നു വന്നു. അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത് കേട്ടപ്പോൾ കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുതിര വട്ടം കറങ്ങി തുള്ളുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഓത്തിന്റെ ചാരുതയിൽ, ഭംഗിയിൽ വാനലോകത്തിൽ നിന്ന് മലക്കുകളുടെ പടയിറങ്ങി ആ ഓത്തിനെ വീക്ഷിക്കുകയും രംഗം ദർശിക്കുകയും ചെയ്തപ്പോൾ അത് കണ്ടാണ് കുതിര വട്ടം കറങ്ങി ചാടിയത് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. വലിയ ഒരു പുണ്യാളനായിരുന്നു ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. പിന്നീട് അതുപോലെ തന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ബിൻ മുആദ് ദീൻ സ്വീകരിച്ച് ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തെ വിളിച്ചു വരുത്തി. അവർ ആബാലവൃദ്ധം ജനങ്ങൾ വന്നു നിന്നപ്പോൾ സഅദ് ബിൻ മുആദ് പറഞ്ഞു, ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രമേ, ഞാൻ നിങ്ങളുടെ നേതാവായി നിങ്ങൾ എന്നെ പരിഗണിക്കുന്നില്ലേ? അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ നേതാവാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും വിശ്വസിക്കുന്നത് വരെ എനിക്ക് ഇനി നിങ്ങളോടുള്ള സംസാരം ഹറാമാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയില്ല. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞ് ഇസ്ലാമിനെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രം മുഴുവൻ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഒരു വ്യക്തി മാത്രമാണ് പിന്തി നിന്നത്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഉസൈരീം. അൽ ഉസൈരീം എന്ന് പറയുന്ന ഈ വ്യക്തി ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കാതെ പിന്തി നിൽക്കുകയുണ്ടായി. ബാക്കിയുള്ളവരെല്ലാവരും അദ്ദേഹത്തിന്റെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഉസൈരീം എന്ന് പറയുന്ന വ്യക്തി ഉഹദ് യുദ്ധം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് സാക്ഷ്യവചനം ചൊല്ലി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഉഹദ് പോർക്കളത്തിലേക്ക് എടുത്തു ചാടുകയും ഉഹദ് ശുഹദാക്കളിൽ ആദ്യമായി ഷഹീദായവരിൽ ഉൾപ്പെടുകയും ചെയ്തു. ഈ ഉസൈരീം എന്ന് പറയുന്ന ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമില ഖലീലൻ വനാല കസീറ, വളരെ കുറച്ച് മാത്രമേ ദീനിൽ അയാൾ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളൂ, പക്ഷെ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം നേടിയെടുക്കുകയുണ്ടായത് എന്ന് പറയുകയുണ്ടായി. പറഞ്ഞു വരുന്നത്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ദഅവത്തിൽ അദ്ദേഹത്തിന്റെ ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് തന്റെ ഗോത്രക്കാരെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 30 ആയിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടത്. എത്രമാത്രം ബർക്കത്തുള്ള ഒരു അനുഗ്രഹീത പുരുഷനാണ് സഅദ് ഇബ്നു മുആദ് എന്നതിന്റെ ഒരു ചരിത്രം കൂടിയാണ് ഇതിലൂടെ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ എല്ലാവരെക്കാളും ആവേശത്തിലും താല്പര്യത്തിലും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ സ്വീകരിച്ചത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഔസ് ഗോത്രത്തെ തന്റെ ഒപ്പം നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീന നിവാസികൾ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുന്നതിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു സജീവ തൽപരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു അസന്നിഗ്ധ ഘട്ടത്തിലും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ തിരുനബിയുടെ കണ്ണ് കുളിർപ്പിക്കുന്ന വർത്തമാനമായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചിരുന്നത്. ഹിജ്റയുടെ 2-ൽ മുശ്രിക്കിന്റെ പട അബൂജഹലിന്റെ നേതൃത്വത്തിൽ ബദറിൽ വരികയുണ്ടായി. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒരു യുദ്ധം ഉദ്ദേശിച്ചായിരുന്നില്ല മദീനയിൽ നിന്ന് പുറപ്പെടുകയുണ്ടായത് ബദറിലേക്ക്. പക്ഷേ ബദറിൽ ഒരു യുദ്ധമാണ് സംജാതമായത്. നിരായുധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള 300 ചില്ലാനം പേരിൽ ഒരാൾ സഅദ് ബിൻ മുആദായിരുന്നു. സർവായുധരായി അബൂജഹലിന്റെ അഹങ്കാരപ്പട ബദറിൽ വന്നു നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൂട്ടി അവരോട് ചോദിക്കുകയാണ്. കാരണം കച്ചവട സംഘത്തെ ലാക്കാക്കി ലക്ഷ്യമാക്കി വന്ന പ്രവാചകനെ നേരിടാനുള്ളത് സർവായുധ സന്നദ്ധരായ ഒരു പടയെയാണ്, അഹങ്കാരപ്പട. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു, എന്ത് ചെയ്യണം? അപ്പോൾ സഹാബികളിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, അൽ മിഖ്ദാദ് ബിൻ അൽ അസ്വദ് തുടങ്ങിയ മഹത്തുക്കളെല്ലാം സംസാരിക്കുകയുണ്ടായി. അവർ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങളോടൊപ്പം ഞങ്ങൾ നിന്ന് യുദ്ധം ചെയ്യും. നിങ്ങളൊരു യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അടർക്കളത്തിലേക്ക് ഇറങ്ങുക, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകനെ സമാശ്വസിപ്പിച്ചും പ്രവാചകന് ശക്തി പകർന്നും അബൂബക്കറും ഉമറും മിഖ്ദാദും ഒക്കെ സംസാരിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചപ്പോൾ ചോദിച്ചത്, അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്നോട് പറയൂ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആവർത്തിച്ചു, അഷീറു അലയ്യ അയ്യുഹന്നാസ്. സഹാബികൾ വിചാരിച്ചത് ഇത് അബൂബക്കർ, ഉമർ തുടങ്ങി മുഹാജിറുകളും അതേപോലെ തന്നെ സഹാബികളുടെ നേതാക്കന്മാരുടെയും അഭിപ്രായമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായുന്നതെന്നാണ്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞ് അന്നാസ് എന്ന് പറഞ്ഞ് പ്രവാചകൻ വിളിക്കുന്നത് തങ്ങളെയാണ് എന്ന് വായിച്ചെടുത്തത് സഅദ് ബിൻ മുആദാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, അൻസാരികളെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അൻസാരികളെ, നിങ്ങളുടെ നിലപാട് എന്താണ്, നിങ്ങളുടെ അഭിപ്രായമാണ് എന്താണ് എന്ന് പറഞ്ഞപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണ് 32 വയസ്സുകാരൻ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണ് അൻസാരികൾക്ക് വേണ്ടി അവിടെ വെച്ച് സംസാരിക്കുവാൻ എഴുന്നേറ്റ് നിന്നത്. പ്രവാചകന്റെ കൺകുളിർപ്പിക്കുന്ന വർത്തമാനം സഅദ് ബിൻ മുആദ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ലഖദ് സദ്ദഖ്നാക വ ആമന്നാ ബിക്, ഞങ്ങൾ നിങ്ങളെ സത്യപ്പെടുത്തി, ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചവരാണ്. വ അലിംനാ അന്ന മാ ജിഅത ബിഹി ഹഖ്, നിങ്ങൾ കൊണ്ടുവന്ന ആദർശം സത്യമാണെന്ന് മനസ്സിലാക്കിയവരാണ്. യാ റസൂലല്ലാഹ്, ഇദ്ഹബ് ഇലാ മാ അമറല്ലാഹു ബിക്, അല്ലാഹു നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത് ആ മാർഗേണ നിങ്ങൾ പോയിക്കൊള്ളുക. വല്ലദീ നഫ്സി ബിയദി ലൗ ഇസ്തഗ്റൽത ബിനാ അൽ ബഹർ വഖുൽതഹു ലഖുദ്നാഹു മഅക്, ഈ മുന്നിൽ കാണുന്ന സമുദ്രം, ചെങ്കടൽ, അതിലേക്ക് നിങ്ങൾ ഊളിയിട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ പിന്നാലെ ഊളിയിട്ട് വരാൻ ഞങ്ങൾ ഉണ്ടാകും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, ഞങ്ങൾ അൻസാരികളിൽ നിന്ന് ഒരാൾ പോലും പിന്തി നിൽക്കുകയില്ല. ഇന്നാ ലസുബ്റുൻ ഫിൽ ഹർബ്, ഞങ്ങൾ അടർക്കളത്തിൽ ക്ഷമാലുക്കളാണ്. സുദഖും ഫിൽ ലിഖാ, ശത്രുവിനവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഞങ്ങൾ സത്യസന്ധരാണ്. വഅസല്ലാഹു അൻ യുരിയക മിന്നാ മാ തഖിറു ബിഹി ഐനാക്, നിങ്ങളുടെ ഇരു കണ്ണുകളെയും കുളിർപ്പിക്കുന്ന കാഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിങ്ങൾക്ക് കാഴ്ച വെച്ചേക്കും എന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ബദറിന്റെ മാറിൽ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഖൈറിന് വേണ്ടി അവിടെ വെച്ച് ദുആ ചെയ്തു എന്നാണ്. ബദറിൽ ഉദ്വത്തുൽ ദുനിയയിൽ മുസ്ലിമീങ്ങളും അതിന്റെ ഉദ്വത്തുൽ ഖുസ്വയിൽ മുശ്രിക്കുകളും പടയെ ഒരുക്കി നിർത്തി. രണ്ട് സൈന്യവും ഏറ്റുമുട്ടാൻ സമയമെടുത്തപ്പോൾ ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു, പ്രവാചകരെ, യുദ്ധം നടക്കാൻ പോവുകയാണ്, രണ്ട് സൈന്യങ്ങളും ഏറ്റുമുട്ടാനുള്ള സമയമെടുത്തിരിക്കുന്നു. ഞങ്ങൾ അൻസാരികൾ നിങ്ങൾക്കൊരു അരീശ് പണിത് തരും. അരീശ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഇരിക്കുവാനുള്ള ഒരു കൂടാരം, അതൊരുക്കി തരും. നിങ്ങൾ ആ അരീശിൽ ഇരിക്കണം. യുദ്ധമുഖത്തേക്ക് നിങ്ങൾ ഇറങ്ങരുത്, അടർക്കളത്തിൽ നിങ്ങൾ വരികയും ചെയ്യരുത്. ഞങ്ങൾ ഒരുക്കുന്ന ആ കൂടാരത്തിൽ നിങ്ങൾ ഇരിക്കുക. ഞങ്ങൾ ആ കൂടാരത്തിന് കാവൽക്കാരെ അതിന് ചുറ്റും നിശ്ചയിക്കുകയും ചെയ്യും. കുറച്ച് സഹാബികളാണുള്ളത് ബദറിൽ, അപ്പുറത്തുള്ളതിന്റെ 1/3 ഇവിടെയുള്ളത്. എന്നിട്ടും സഅദ് ബിൻ മുആദ് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളൊരു അരീശ് ഒരുക്കി അതിന് ചുറ്റും കാവൽക്കാരെ നിർത്തും, നിങ്ങൾ അതിലിരുന്നാൽ മതി, നിങ്ങൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങരുത്. എന്നിട്ട്
സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തുടർത്തി പറയുകയാണ്, പ്രവാചകരെ, യുദ്ധം നടക്കും. യുദ്ധം നടന്നാൽ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കുകയാണ് എങ്കിൽ ആ വിജയം ആഘോഷിക്കുവാൻ ഞങ്ങൾ ഒരുക്കുന്ന ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിയാൽ മതി. യുദ്ധത്തിൽ വിജയമല്ല മറ്റേതാണ് സംഭവിക്കുന്നതെങ്കിൽ, പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ, ഞങ്ങൾ അടർക്കളത്തിന്റെ പിറകിലാണ് നിങ്ങൾക്കുള്ള അരീശ് ഒരുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി കാവൽ നിർത്തിയ ആ കാവൽക്കാരുമായി നിങ്ങൾ മദീനയിലേക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഞങ്ങൾ അടർക്കളത്തിൽ വധിക്കപ്പെടുകയാണ് എങ്കിൽ കാവൽക്കാരുമായിട്ട് നിങ്ങൾക്ക് മദീനയിലേക്ക് രക്ഷപ്പെടാൻ കഴിയും. കാരണം മദീനയിൽ ഞങ്ങളെക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ബദറിലേക്ക് വരാതെ ശേഷിക്കുന്നുണ്ട്. ബദറിൽ ഒരു യുദ്ധമാണ് സംഭവിക്കുക എന്ന് അവരറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ പിന്തുമായിരുന്നില്ല. അതുകൊണ്ട് പ്രവാചകരെ, ഞങ്ങൾ ഈ ബദറിന്റെ മാറിൽ വധിക്കപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു പോറലും ഏൽക്കരുത്. ഞങ്ങൾ കാവൽ നിർത്തുന്നവരോടൊപ്പം മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോകണം എന്ന് പറഞ്ഞ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിച്ചു. അതിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കണ്ണുകൾ കുളിർത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിന് വേണ്ടി ദുആ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു. മുസ്ലിമീങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാം വധിക്കപ്പെടുക. ബദറിൽ സയുഹ്സമുൽ ജം വയുവല്ലൂന ദുബുർ, പരാജയപ്പെടുന്നത് മുശ്രിക്കായിരിക്കും, അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രവാചക സ്നേഹത്തിന്റെ വരികൾ ഇങ്ങനെയായിരുന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു, ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു ഖന്തഖ് യുദ്ധത്തോടനുബന്ധിച്ചാണ് ഷഹീദാവുന്നത്. അദ്ദേഹം ഖന്തക്കിലേക്ക് പുറപ്പെടുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ മാതാവ് സബീക ബിൻത് റാഫിഅ റളിയല്ലാഹു തആല അൻഹ, സഅദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മുസ്ലിമായ പുണ്യ മഹദിയാണ് സബീക ബിൻത് റാഫിഅ റളിയല്ലാഹു അൻഹ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തക്കിലേക്കുള്ള സൈന്യത്തെ ഖന്തക്കിലേക്ക് നയിക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഒരു കോട്ടയിൽ താമസിപ്പിച്ചാണ് പോകുന്നത്. സബീക മകൻ സഅദ് ബിൻ മുആദിനെ പ്രവാചകനോടൊപ്പം യാത്രയാക്കുമ്പോൾ കൂടെ വന്ന് പുഞ്ചിരി തൂകിയാണ് മകനെ യാത്രയാക്കുന്നത്. സഅദ് ബിൻ മുആദ് ഖന്തക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹം ധരിച്ച അങ്കി അദ്ദേഹത്തിന്റെ മാറിടത്തെ മറക്കുമാർ വീതി കൂടിയതായിരുന്നില്ല, അതിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു കീറിയതായിരുന്നു. സബീക റളിയല്ലാഹു തആല അൻഹ മകനോട് പറഞ്ഞു, മകനെ, നീ ധരിച്ച ഈ അങ്കിയുടെ ചില ഭാഗം നെഞ്ച് കാണിക്കുന്ന രീതിയിലാണുള്ളത്, ആ ഭാഗം കൂടി നീ അങ്കി കൊണ്ട് മറച്ചിരുന്നുവെങ്കിൽ. സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പുറപ്പെട്ടത് ജീവിതം കൊതിച്ചുകൊണ്ടോ അതിൽ ആർത്തി കൊണ്ടോ അല്ല, പ്രത്യുത ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ഷഹാദത്താണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും അങ്കി എനിക്ക് മതി എന്ന് പറഞ്ഞ് ഉമ്മയോട് യാത്ര പറഞ്ഞാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു ഖന്തക്കിലേക്ക് വരുന്നത്. ഖന്തക്കുമായി ബന്ധപ്പെട്ട അതിന്റെ ചരിത്രം ഏറെ വിശാലമാണ്. ഇന്ന് ഖുതുബയുടെ പരിഭാഷയിൽ അതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. രക്തസിക്തമായ ഒരു പോരാട്ടം ഖന്തക്കിൽ നടന്നില്ല. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കുകളുടെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 10,000 വരുന്ന പടയെ മദീനയിൽ കിടങ്ങ് കുഴിച്ച് പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കിയ ആ കിടങ്ങിനെ ഭേദിച്ച് ശത്രുക്കൾക്ക് വരാൻ സാധിച്ചില്ല. അംർ ഉദ്ദിനെ പോലുള്ള ചിലർ ആ കിടങ്ങെടുത്ത് ചാടി ഇപ്പുറം കടന്നെങ്കിലും അവരെ തോൽപ്പിക്കുവാനും പരാജയപ്പെടുത്തുവാനും മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. എന്നാൽ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ചില അമ്പേറുകൾ മുസ്ലിമീങ്ങൾക്ക് നേരെ വരികയുണ്ടായി. ആ അമ്പേർ അത് മുസ്ലിമീങ്ങൾക്ക് ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. അതിലൊന്നായിരുന്നു ശത്രുപാളയത്തിൽ നിന്ന് വന്ന ഒരു അമ്പ്. അത് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാൽ തുടയിൽ പതിക്കുകയുണ്ടായി. ഇബ്നു അറഖ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അത് എറിഞ്ഞത്. തന്റെ കാൽ തുടയിൽ അമ്പ് കൊണ്ട് കാൽ ഒടിഞ്ഞപ്പോൾ
സഅദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആരാണ് ഇതെറിഞ്ഞത്? ഇബ്നു അറഖയാണ് അത് എറിഞ്ഞത് എന്ന് അയാൾ ഗർജിച്ചപ്പോൾ അറഖല്ലാഹു വജ്ഹക ഫിന്നാർ, നരകത്തിൽ അല്ലാഹു നിന്റെ മുഖത്തെ വീഴ്ത്തട്ടെ എന്ന രീതിയിൽ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി എന്നാണ്. വ്രണമായി രക്തം ഒലിച്ചിറങ്ങുന്ന അവസ്ഥയിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് മദീനയിലേക്ക് മടക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പരിചരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി മസ്ജിദ് നബവിയുടെ ചാരത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു റൂം ഒരുക്കി ആ റൂമിലൊക്കെ ഇരുന്നു അദ്ദേഹത്തെ കിടത്തിയിരുന്നത്. മുറിവിൽ വേദനയിൽ കഴിയുന്ന സഅദിന്റെ ദുആ, അല്ലാഹുമ്മ ഇൻ കുൻത വദഅത അൽ ഹർബ ബൈനനാ വബൈനഹും ഫഫ്ജുർഹാ വജഅൽ മൗതതി ഫീഹാ. ഇത് അദ്ദേഹത്തിന്റെ ദുആയായിരുന്നു. കാലിൽ മുറിവ് വീണ് അത് വീർത്തുമുട്ടി പ്രയാസപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ദുആ, അല്ലാഹുവേ, പ്രവാചകന്റെയും മുശ്രിക്കുകളുടെയും ഇടയിലുള്ള യുദ്ധം അത് അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ മുറിവ് പൊട്ടി എൻ്റെ മരണം നീ ഈ മുറിവിലാക്കണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. അത് രക്തസാക്ഷിത്വത്തിന് വേണ്ടിയിട്ടുള്ള ദുആയാണ്. ആ ദുആ ഇസ്ലാമിൽ അനുവദനീയമാണ്. അഥവാ ഖന്തക്കിൽ വെച്ചാണ് മുറിവേൽക്കുന്നത്, അടർക്കളത്തിൽ പരിക്കേറ്റ് പിന്നീട് മരണപ്പെടുന്ന വ്യക്തിയും ഷഹീദായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് ഷഹാദത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ദുആ ഇപ്രകാരമായിരുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം നടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൽ ഒരു ദൗത്യമുണ്ടായിരുന്നു. അതെന്താണ്? ബനു ഖുറൈള ജൂതഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിക്കുകയും ഖന്തഖ് യുദ്ധവേളയിൽ പ്രവാചകനോടുള്ള കരാർ അവർ ലംഘിക്കുകയും ചെയ്തത് കാരണത്താൽ ആ കൊടിയ ചതി അതിനവർക്ക് ശിക്ഷ പ്രഖ്യാപിക്കുവാനും വിധിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചത് സഅദ് ഇബ്നു മുആദിനെയാണ് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കരാറിൽ ലംഘനം അത് ഖന്തഖ് യുദ്ധത്തിന്റെ നാളുകൾ നീണ്ടു നിൽക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഏറെ ഭീതിയിൽ കഴിയുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറക്കമില്ലാത്ത സമയങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. നമസ്കാര സമയങ്ങൾ പോലും മറന്നുപോകുന്ന രീതിയിൽ അന്നത്തെ സ്ഥിതി മാറുകയുണ്ടായി. ബുഹുർ, അസർ, മഗ്രിബ്, ഈശ നമസ്കാരങ്ങൾ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിച്ച് നമസ്കരിച്ച സ്ഥിതിവിശേഷം വരെ മദീനയിൽ ഉണ്ടായി. കാരണം ബനു ഖുറൈദ എന്ന് പറയുന്ന ജൂതഗോത്രം പ്രവാചകനോടുള്ള കരാർ ലംഘിച്ച് മുശ്രിക്കുകൾക്ക് ആളാവുകയുണ്ടായി. അവർ വിചാരിച്ചത് 10,000 വരുന്ന സഖ്യസേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ഉന്മൂലനാശം വരുത്തും, അതുകൊണ്ട് തന്നെ കരാർ ലംഘിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ പരാജയപ്പെടുത്തി. അല്ലാഹു നിയോഗിച്ചയച്ച ശൈത്യക്കാറ്റും കൂരിരുട്ടും അബൂ സുഫിയാനെയും കൂട്ടരെയും തോൽപ്പിച്ച് അവര് മദീനയിൽ നിന്ന് ഓടിച്ചപ്പോൾ ബനു ഖുറൈദ ഗോത്രക്കാരി ഞെട്ടുകയാണ് ചെയ്തത്. ബദർ ഖന്തഖ് യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബത്തും മദീനയിലേക്ക് മടങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, മലക്കുകൾ ആയുധം താഴെ വെച്ചിട്ടില്ല, എല്ലാവരും ബനു ഖുറൈദയിലേക്ക് നീങ്ങണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും ബനു ഖുറൈദയിലേക്ക് നിയോഗിച്ചയച്ചു. അങ്ങനെ ബനു ഖുറൈദയിൽ മുസ്ലിമീങ്ങൾ അവരുടെ കോട്ടകളെ വലയം ചെയ്യുകയുണ്ടായി. മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടാൻ ബനു ഖുറൈദ ഒരുക്കമല്ലായിരുന്നു. അവർ കോട്ടകളിലേക്ക് ഉൾവലിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അവരുടെ കോട്ടകളെ 25 ദിവസം ഉപരോധിച്ചു. അവസാനം ഉപരോധത്തിൽ പൊറുതി പൂണ്ട ബനു ഖുറൈദ ജൂതഗോത്രം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും തീരുമാനത്തിന് സമ്മതിച്ച് അവർ എന്താണോ പ്രവാചകന്റെ തീരുമാനം അത് അംഗീകരിക്കാം, ഉപരോധം പിൻവലിച്ചാൽ മതി എന്നിടത്തേക്കെത്തി. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ആരുവഴിയാണ് നിങ്ങളൊരു വിധികർത്താവായിട്ട് നിശ്ചയിക്കുന്നത്?
അവർ എടുത്ത് പറഞ്ഞത് നമ്മുടെ കഥാപാത്രമായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ഞങ്ങൾ സഅദ് ബിൻ മുആദിന്റെ വിധിയിൽ തൃപ്തരാണ് എന്ന് പറഞ്ഞു. കാരണം ബനു ഖുറൈദ ജൂത ഗോത്രവുമായിട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവർ വിചാരിച്ചത് അവരെ രക്ഷപ്പെടുത്തുന്ന രീതിയിലായിരിക്കും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിധിയും തീരുമാനവും എന്നാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിധി തീർപ്പ് നടത്തുന്നതിന് വേണ്ടി മസ്ജിദ് നബവിയുടെ ഓരത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ആ റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. ഒരു കഴുതപ്പുറത്ത് അദ്ദേഹത്തെ താങ്ങിയിരുത്തിയും വളരെ സാവകാശത്തിലാണ് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരികയുണ്ടായത്. ജൂതന്മാരെ ഒരു ഭാഗത്ത് നിർത്തി അവരുടെ വിഷയത്തിൽ തീരുമാനം പറയണം. സഹാബത്ത് ഒരു ഭാഗത്തുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു തആല അൻഹു വിധിക്കുവാൻ വേണ്ടി വന്ന് എന്റെ വിധി നിങ്ങൾക്ക് തയ്യാറാണെന്ന് സ്വീകാര്യമാണെന്ന് ചോദിച്ചപ്പോൾ ജൂതന്മാർ സമ്മതിച്ചു. മുസ്ലിമീങ്ങളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്കത് സ്വീകാര്യമാണെന്ന് ചോദിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ സമ്മതിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോഴാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു വിധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ ഉണ്ടായിരിക്കെ തന്നെയാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു വിധികർത്താവായിട്ട് നിശ്ചയിക്കുകയും ചെയ്യുന്നത്. സഅദ് റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തേക്ക് നോക്കുവാൻ അദ്ദേഹത്തിനോട് പ്രവാചകനോടുള്ള സ്നേഹം കാരണത്താൽ കഴിയാതെ വന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഈ ഭാഗത്തുള്ളവർക്കും എന്റെ വിധി സ്വീകാര്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വിധി സ്വീകാര്യമാണ്. സഅദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ വിഷയത്തിൽ വിധിച്ചു. ബനു ഖുറൈദയിൽ യോദ്ധാക്കളായവരെ മുഴുവൻ വധിക്കണം, അവരിലെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി പിടിക്കുകയും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അത് മുസ്ലിമീങ്ങൾക്കിടയിൽ വീതിക്കുകയും ചെയ്യണം. ഇതായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിധി. സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സമക്ഷത്തിൽ ബനു ഖുറൈദക്കാരുടെ വിഷയത്തിൽ ഈ വിധി പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവാണ് സത്യം. ലഖദ് ഹകംത ബിഹുക്മില്ലാഹി മിൻ ഫൗഖി സബ്ഇ സമാവാത്. സഅദ്, നിങ്ങൾ ബനു ഖുറൈദക്കാരിൽ വിധിച്ചത് അള്ളാഹുവിന്റെ വിധിയാണ്. 7 ആകാശങ്ങൾക്കുപരിയിൽ അള്ളാഹുവിന്റെ വിധി എന്താണോ ആ വിധിയാണ് നിങ്ങൾ ഇപ്പോൾ ബനു ഖുറൈദക്കാരിൽ വിധിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ പറയുകയുണ്ടായി. നോക്കൂ, നിങ്ങൾ കൂടുതൽ പ്രായാധിക്യമുള്ള ഒരു വ്യക്തിത്വമല്ല, പിന്നെയോ ഒരു 35-കാരൻ അല്ലെങ്കിൽ 36-കാരനാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഒരു വിധി പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി തന്നെയാണെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രീതിപ്പെട്ട വിധിയാണ് നിങ്ങൾ വിധിച്ചത് എന്ന് പറഞ്ഞ് സഅദിന്റെ വിധിയും തീരുമാനവും ബനു ഖുറൈദക്കാരിൽ നടപ്പിലാക്കി. അദ്ദേഹത്തെ വീണ്ടും മസ്ജിദ് നബവിയുടെ അരികിലുള്ള പ്രവാചകൻ ഒരുക്കിയ ആ അറയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അദ്ദേഹം ആ അറയിൽ കിടന്നാണ് മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നമസ്കാരവും കഴിഞ്ഞു മറ്റുമൊക്കെ സഅദിനെ സന്ദർശിക്കും. ഒരിക്കൽ ആ അറയിൽ നിന്ന് പുറത്തേക്ക് രക്തം ഒലിച്ചിറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞപ്പോൾ അത് സഅദിന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തമാണെന്ന് പറഞ്ഞ് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നനയുകയുണ്ടായി എന്നുള്ളതാണ്. സഅദ് റളിയല്ലാഹു തആല അൻഹു ആ മുറിയിൽ കിടന്നാണ് ഷഹീദാവുകയുണ്ടായത്. സഅദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ ഈ ഉലകത്തിൽ ചില സംഭവങ്ങൾ അരങ്ങേറി. അതിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഖദ് ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ബിൻ മുആദ്. ലഖദ് ഇഹ്തസ്സ അർശുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ അർശ് വിറവുണ്ടു. ലിമൗതി സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ ചില റിപ്പോർട്ടുകളിൽ മിൻ ഫറഹി റബ്ബി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്തോഷത്താലായിരുന്നു അർശ് വിറപ്പുണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഒരു വ്യക്തിയുടെ മരണത്തിൽ അള്ളാഹു സന്തോഷിക്കുകയും ആ സന്തോഷാധിക്യത്താൽ അർശ് വിറകൊള്ളുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം
റബ്ബിന്റെ അരികിൽ എത്ര സ്വീകാര്യനും അള്ളാഹുവിന് എത്ര ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിരിക്കും എന്ന് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായ വേളയിൽ ഫഹദറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമർ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസക്കരികിൽ അള്ളാഹുവിന്റെ റസൂലും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ സന്നിഹിതരായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അള്ളാഹുവാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, ഇന്നി ലഅരിഫു ബുകാ ഉമർ മിൻ ബുകായി അബീ ബക്കർ വ അന ഫി ഹുജ്റതി. അബൂബക്കറും ഉമറും കരഞ്ഞ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കരച്ചിൽ, ഉമർ റളിയല്ലാഹുവിന്റെ കരച്ചിൽ, അത് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കുകയുണ്ടായി എന്നാണ് ആയിഷ റളിയല്ലാഹു തആല ആ വിഷയത്തിൽ പറയുകയുണ്ടായത്. ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയുണ്ടായി. തിരുനബിയുടെ കരച്ചിൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും കരച്ചിലിൽ നിന്ന് വേറിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുണ്ടായി എന്നാണ് ആയിഷ റളിയല്ലാഹു തആല പറയുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതം നമുക്കറിയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിലിൽ ദുഃഖം വരുമ്പോൾ, മുസീബത്തിന്റെ വേളയിൽ റസൂലുള്ളാഹി കരഞ്ഞിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അപ്രകാരം തിരുനബിയുടെ പുത്രൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. കണ്ണീർ കണം ചാലിട്ടൊഴുകി, പ്രവാചകന്റെ ശബ്ദം വിറപൂണ്ടു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന, കോപിപ്പിക്കുന്ന ഒരു വർത്തമാനവും പറയാതെ, ശബ്ദം ഉണ്ടാക്കാതെയാണ് കരഞ്ഞത്. പക്ഷേ ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള കൂറും ആ ബന്ധവും അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് കാഴ്ചവെച്ചതായ സാഹസികതയും ഓർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ വേർപാടിൽ കരയുകയുണ്ടായി എന്നാണ്. ആ കരച്ചിൽ ശബ്ദമുണ്ടായി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് അനിഷ്ടകരമായ കാര്യങ്ങൾ വിളിച്ചു പറയാതെ ഖദറിൽ അതൃപ്തമായി കൊണ്ടുള്ളതായ കരച്ചിലായിരുന്നില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിൽ എന്നുള്ളതാണ്. ഇവിടെ സഅദ് ബിൻ മുആദ് ഇസ്ലാമിൽ മഹത്തായ ഒരു വ്യക്തിത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഏറെ സാഹസങ്ങൾ ദീനിനു വേണ്ടി കാഴ്ചവെച്ച, പ്രവാചക സ്നേഹത്തിൽ കാഴ്ചവെച്ച മഹാപുരുഷൻ, അദ്ദേഹം മരിച്ചപ്പോൾ അത് മുസ്ലിമീങ്ങൾക്കൊരു മുസീബത്തായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെടുന്ന ഏതൊരു സന്ദർഭത്തിലും ആ പ്രയാസങ്ങൾ സ്വന്തം ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചിരുന്നത്. ഉഹദിന്റെ മാറിൽ പ്രവാചകനെ നോക്കി വരുന്ന ആയുധങ്ങളെ സ്വന്തം ശരീരങ്ങൾ പരിചയാക്കി മാറ്റിക്കൊണ്ടായിരുന്നു സഅദും കൂട്ടരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ സൃഷ്ടിച്ചിരുന്നത് എന്നത് ചരിത്രത്തിലെ നേരാണ്. അതൊക്കെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൺമുമ്പിൽ കണ്ടറിഞ്ഞ വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇത്തരം കഥാപാത്രങ്ങൾ പരലോകയാത്രയിലായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞത്. വലിയ മുസീബത്താണ്. ഒരു കാര്യപ്പെട്ട വ്യക്തിയുടെ വിയോഗം. ഈ സന്ദർഭത്തിൽ ഇസ്ലാമിൽ ചില അച്ചടക്കങ്ങളും മര്യാദകളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ മുഹറം 10 ആശൂറയിൽ ചില വിഭാഗങ്ങൾ ദുഃഖത്തിന്റെയും മുസീബത്തിന്റെയും പേരിൽ കാട്ടിക്കൂട്ടുന്നതായ വേണ്ടാത്തരങ്ങൾ കാണുന്നവരും അറിയുന്നവരുമാണ്. മനുഷ്യന്മാർ അത്തരം ചെയ്തികളിൽ ഒരിക്കലും വഞ്ചിതരാകാൻ പാടുള്ളതല്ല. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഹിജ്റയുടെ 61 ഒരു വെള്ളിയാഴ്ച സുദിനം കർബലയിൽ ഷഹീദാവുകയുണ്ടായി. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്ത് മുസ്ലിമീങ്ങൾക്ക് ഒരു വലിയ മുസീബത്താണ്, അതിലൊരു സംശയമല്ല. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മബ്ലൂമായിട്ടാണ്, മർദ്ദിക്കപ്പെട്ടവനായിട്ടാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. അദ്ദേഹത്തെ വധിച്ചതിൽ ഏതൊക്കെ ഇരുണ്ട കൈകൾക്ക് പങ്കുണ്ടോ അവരെല്ലാവരും അള്ളാഹുവിന്റെ കോപത്തിനും ശാപത്തിനും അർഹരാണ്, അതിലും സംശയമില്ല. ഹുസൈൻ റളിയല്ലാഹു തആലയുടെ ഷഹാദത്ത് മുസ്ലിമീങ്ങൾക്ക് ഒരു വലിയ പരീക്ഷണവും ദുരന്തവുമാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആലാനുവിന്റെ ഈ മുസീബത്തിൽ മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് ആ മുസീബത്തിനോട് പെരുമാറേണ്ടത്?
ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവും അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് അലി റളിയല്ലാഹു തആല അൻഹുവും ഷഹീദായിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നതിന് മുമ്പ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ജൂതപ്പെണ്ണ് ഖൈബറിൽ വെച്ച് നൽകിയ വിഷം തീണ്ടിയാണ് നമ്മുടെ പ്രവാചകൻ മരണവേളയിൽ പോലും പെടഞ്ഞു തന്റെ വേദന പ്രകടിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ ഉസീബ അഹദകും ബി മുസീബ ഫലിയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ളമുൽ മസായിബ്. നിങ്ങൾക്കൊരു മുസീബത്ത് ഏറ്റാൽ എനിക്കേറ്റ മുസീബത്തുമായി നിങ്ങൾ തട്ടിക്കുക, കാരണം എനിക്കേറ്റ മുസീബത്താണ് ഏറ്റവും വലിയ മുസീബത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം മുസ്ലിമീങ്ങൾക്കൊരു വലിയ മുസീബത്താണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്ത്, രക്തസാക്ഷിത്വം മുസ്ലിമീങ്ങൾക്ക് വലിയ മുസീബത്താണ്. ഈ മുസീബത്തുകളിലൊന്നും ഈ വിഭാഗം ആളുകൾ നെഞ്ചത്തടിക്കുന്നില്ല, മാറിടം പിളർക്കുന്നില്ല. കൊളുത്തുകൾ കൊണ്ടും ഇരുമ്പിന്റെ വടികൾ കൊണ്ടും ആയുധ പ്രയോഗങ്ങൾ കൊണ്ടുമൊക്കെ അവരുടെ ആ ദുഃഖപ്രകടനം അവർ നടത്തുന്നില്ല. എന്തുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ മാത്രം അവർ അടിക്കുകയും അവർ ഈ രീതിയിൽ തങ്ങളുടെ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു? അത് ചരിത്രത്തിലെ വൈരുദ്ധ്യമാണ്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹ ഷഹീദായി ഉഹുദിന്റെ മാറിൽ. എത്ര ദയനീയമായിട്ടായിരുന്നു ആ ഷഹാദത്ത്. വഹ്ഷി ഒളിഞ്ഞിരുന്ന് ചാട്ടുളി പ്രയോഗം നടത്തിയപ്പോൾ ആ ചാട്ടുളി ഹംസത്തിന്റെ പൊക്കിളിലൂടെ പ്രവേശിച്ച് അത് കാലുകൾക്കിടയിലൂടെ പുറത്തു ചാടി ഹംസത്ത് മറിഞ്ഞു വീണു. ഹംസയുടെ മാറിടം പിളർത്തി, വയറ് പിളർത്തി, കരള് കടിച്ചു തുപ്പി, കുടലുകൾ മുറിച്ചു, അദ്ദേഹത്തിന്റെ മൂക്ക് ചെത്തി, കാത് മുറിച്ച് വികൃതമാക്കിയാണ് ഉഹദിന്റെ മാറിടത്തിൽ ഹംസയെ ശത്രുക്കൾ കിടത്തിയത്. വലിയ മുസീബത്താണ്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരൻ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മുഅ്തയിൽ വധിക്കപ്പെട്ട സംഭവം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീരോട് കൂടിയാണ് മുഅ്തയിൽ നിന്ന് ജഅഫർ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ട വാർത്തയെ മദീനയിൽ സ്വീകരിക്കുകയും അത് സഹാബത്തിനോട് പറയുകയും ചെയ്തത്. ഇതെല്ലാം മുസീബത്താണ്. നബി കുടുംബത്തിലെ മെമ്പർമാർക്കുണ്ടായ മുസീബത്ത്. ഈ മുസീബത്തുകളിലൊന്നും ഈ ഒരു ദുഃഖപ്രകടനത്തിന്റെ അടയാളങ്ങൾ ഈ വിഭാഗം ആളുകളിൽ കാണുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു തആലയുടെ വിഷയത്തിൽ മാത്രം ഇങ്ങനെയൊരു വിലാപ പ്രകടനവും ദുഃഖപ്രകടനവും ഈ ആളുകൾ കൊണ്ടു നടക്കുന്നത്? യഥാർത്ഥത്തിൽ അത് ദീനാണോ? ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതാണോ? മുസീബത്തേറ്റാൽ വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ക്ഷമാലുക്കൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അവർക്കൊരു മുസീബത്തേറ്റാൽ അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രഖ്യാപിക്കും. അവരുടെ മേലാകുന്നു അള്ളാഹുവിന്റെ ദയാവായ്പും കാരുണ്യവും ഉള്ളത് എന്ന് പറഞ്ഞ് മുസീബത്തേൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖദാ ഖദറിൽ ക്ഷമാലുക്കളായി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രഖ്യാപിക്കുവാനാണ് ദീനി പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അരിമ സഹാബികളെ ഉണർത്തുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ബരീഉം മിനസ് സ്വാലിഖത്തി വൽ ഹാലിഖത്തി വശാഖ. സാലിഖത്തിൽ നിന്നും ഹാലിഖത്തിൽ നിന്നും ഷാഖയിൽ നിന്നും ഞാൻ നിരുത്തരവാദിയാണ്. ആരാണ് ഈ സാലിഖ? സാലിഖ എന്ന് പറഞ്ഞാൽ മരിച്ചതിന്റെ പേരിൽ അലമുറയിട്ട് അട്ടഹസിച്ച് കരയുന്നത് പെണ്ണ്. സ്ത്രീകളാണ് ആ പണി കൂടുതൽ ചെയ്യുക. അവരിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഹാലിഖത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു എന്നതിന്റെ പേരിൽ, മുസീബത്തേറ്റു എന്നതിന്റെ പേരിൽ തലമുണ്ടനം ചെയ്ത് ദുഃഖപ്രകടനം നടത്തുന്നവർ. ഷാഖ എന്ന് പറഞ്ഞാൽ വസ്ത്രം പിളർന്നും മാറിടം പിളർന്നുമൊക്കെ ദുഃഖപ്രകടനം നടത്തുന്ന പെണ്ണ്. ഇവരിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ് വശഖൽ ജുയൂദ് വദഅ ബിദഅവൽ ജാഹിലിയ. കവിളത്തടിക്കുകയും മാറിടം പിളർക്കുകയും ജാഹിലിയത്തിലെ വിളിയാളങ്ങളെ ഉയർത്തി ദുഃഖപ്രകടനം നടത്തുകയും ചെയ്യുന്ന വിഭാഗം ആളുകൾ ലൈസ മിന്ന, നമ്മിൽ പെട്ടവരല്ല എന്ന് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ദുഃഖമുണ്ടാവും, വേദന ഉണ്ടാകും, മുസീബത്തിൽ നമുക്കൊക്കെ പ്രയാസം ഉണ്ടാകും. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ട ചരിത്രം വായിച്ചാൽ പച്ച ഹൃദയമുള്ള ഒരു മുസ്ലിമും അതിൽ വേദനിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാതിരിക്കുകയില്ല. കാരണം ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ വളർന്ന റസൂലിന്റെ അരുമ പൗത്രൻ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ട് ആ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലോടി വളർത്തിയ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മിമ്പറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക്. ഈ സമയമാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ അവരുടെ രണ്ട് വസ്ത്രങ്ങളിൽ ഓടി അടുത്ത് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ഓടി തടഞ്ഞു വീണുകൊണ്ടാണ് വരുന്നത്. അവർ രണ്ടുപേരെയും കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ മതിയാക്കി മിമ്പറിൽ നിന്ന് ഇറങ്ങി അവരെ എടുത്ത് അണച്ചു പൂട്ടി ആശ്ലേഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് വന്ന് ഖുതുബ തുടർത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്തതികളും പരീക്ഷണമാണ്. ശരിയാണ്, ഞാൻ ഖുതുബ പറയുകയായിരുന്നു, പക്ഷേ ഈ കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ മറന്നു അവരിലേക്ക് ഇറങ്ങുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ പ്രവാചകൻ ലാളിച്ചു വളർത്തിയ ഹസനും ഹുസൈനും അവർ വളരെ ദയനീയമായി വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, കുടിവെള്ളം പോലും നിഷിദ്ധമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, 30 ചില്ലാനം വെട്ടുകൾ കുത്തുകൾ ശരീരത്തിലേറ്റ് ആ കുടുംബത്തിലെ മെമ്പർമാർ മുഴുവൻ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്തതികളെല്ലാവരും, അലിയുൽ അസ്ഗർ എന്ന് പറയുന്ന അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു ഒഴിച്ച് ബാക്കിയുള്ള മെമ്പർമാരെല്ലാവരും കർബലയിൽ അദ്ദേഹത്തോടൊപ്പം വധിക്കപ്പെടുകയുണ്ടായി. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ മുസീബത്താണ്, അതിൽ ദുഃഖമുണ്ട്. പക്ഷേ ആ ദുഃഖ പ്രകടനത്തിന്റെ പേരിൽ ഈ കോപ്പിരാട്ടികൾ, അത് തനി ജുദായിസമാണ്, അത് ഇസ്ലാമിന് അന്യമായിട്ടുള്ളതായ ദുഃഖപ്രകടനത്തിന്റെ രീതിയുമാണ്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നബി കുടുംബത്തിന്റെ പേരിൽ ദുഃഖിക്കലോ അതിന്റെ പേരിൽ വേദന പ്രകടിപ്പിക്കലോ അല്ല. അവരുടേത് മറ്റു ചില ലക്ഷ്യങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുദ്ദേശിക്കുന്ന കുതന്ത്രത്തെ അവരുടെ നെഞ്ചിലേക്ക് തിരിച്ചയക്കുമാറാവട്ടെ. അവരുടെ ഫിത്ന അല്ലാഹു അവർക്കിടയിൽ പരിമിതപ്പെടുത്തുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് സമാശ്വാസവും സമാധാനവും കനിയുമാറാവട്ടെ. നമ്മളും ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു മെമ്പർ മരിച്ചിട്ടുണ്ട് എങ്കിൽ അലമുറയിട്ട് കരയാൻ പാടില്ല. വേവത് പൂണ്ട് ഖലാഖദറിൽ അതൃപ്തരായിട്ട് ചില ആളുകൾ തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന്നഇഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹാ തുഖാമു യൗമൽ ഖിയാമ വഅലൈഹാ സിർബാലും മിൻ ഖത്റാൻ വദിർഉം മിൻ ജറബ്. മരണ വീട്ടിൽ അലമുറയിട്ട് കരയുന്ന പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് അവൾ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ തുഖാമു യൗമൽ ഖിയാമ, മരണ വീട്ടിൽ അലമുറയിട്ട് കരഞ്ഞ ആ പെണ്ണിനെ അന്ത്യനാളിൽ കൊണ്ടുവരൽ എങ്ങനെയാണ്? അലൈഹ സിർവാലും മിൻ ഖത്റാൻ, കീലുകൊണ്ട് ഉരുകിയ താറിന്റെ ഒരു മേൽക്കുപ്പായം അവളുടെ മേലുണ്ടായിരിക്കും. വദിർഉം മിൻ ജറബ്, ചൊറി സമ്മാനിക്കുന്ന ഒരു കുപ്പായവും അവൾക്കുണ്ടായിരിക്കും. അത് വേപത് കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടായിരിക്കും അവൾ അന്ത്യനാളിലും വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ മെമ്പർമാർ സൂക്ഷിക്കേണ്ടതുണ്ട്. ദുഃഖപ്രകടനവും ഖേദപ്രകടനവും ഒക്കെ ശർഅ് പഠിപ്പിച്ച ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഈ ഒരു അനുബന്ധ വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുവാൻ ഉണർത്തി എന്ന് മാത്രം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. അദ്ദേഹത്തിന്റെ ഷഹാദത്തിൽ സന്തോഷിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അർശ് വിറകൊള്ളുകയുണ്ടായി. എന്താണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ആഖിറത്തിൽ കാത്തു കഴിയുന്നത്? നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതെന്താ? പേർഷ്യയിൽ ഒരു യുദ്ധം നടന്നപ്പോൾ, ഒരു യുദ്ധം നടന്നപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഒരു പട്ടിന്റെ വസ്ത്രം ഗനീമത്ത് സ്വത്തായി ലഭിക്കുകയുണ്ടായി. പരവർണ്ണാങ്കിതമായ വെളിച്ചത്തിൽ തിളങ്ങുന്ന ഒരു വസ്ത്രമായിരുന്നു യുദ്ധസ്വത്തായിട്ട് വന്നത്. സഹാബികൾ സാധുക്കളായിരുന്നു, അവർക്ക് ഇത്തരത്തിലുള്ള ഉടയാടകൾ അറിയുമായിരുന്നില്ല. വെളിച്ചത്തിൽ തിളങ്ങുന്ന പരവർണ്ണാങ്കിതമായിട്ടുള്ള ആ വസ്ത്രം കണ്ടപ്പോൾ സഹാബികൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് അതിൽ ആശ്ചര്യം കൂറാൻ തുടങ്ങി. ഈ സമയം നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതഅജബൂന മിൻ ഹാദിഹി, ഈ വസ്ത്രം കണ്ടാണോ നിങ്ങൾ സഹാബത്തെ അത്ഭുതം കൂറുന്നത്? ലമനാദീലു സഅദ് ഇബ്നു മുആദ് ഫിൽ ജന്നത്തി ഖൈറു മിൻ ഹാദിഹി. സഅദ് ഇബ്നു മുആദിന് സ്വർഗ്ഗത്തിൽ ഉപയോഗിക്കുവാനുള്ള മിൻഡീൽ, കർച്ചീഫ്, ഉർമാൽ, അത് ഇതിനേക്കാൾ ശ്രേഷ്ഠകരമാണ്, ഉത്തമമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതായത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗ്ഗത്തിൽ ഉപയോഗിക്കുവാനുള്ള മിൻഡീൽ
നിങ്ങൾ ഈ ആശ്ചര്യം കൂറി മറിച്ചു നോക്കുന്നതായ ഈ പട്ടുവസ്ത്രത്തേക്കാൾ തിളക്കമുള്ള പരവർണാങ്കിതമായ ഈ വസ്ത്രത്തേക്കാൾ ഉത്തമമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എത്ര സഹാബികൾ മരണപ്പെട്ടിട്ടുണ്ട് സഅദിന് മുമ്പ്? എത്ര ഇസ്ലാമിലെ മെമ്പർമാർ ഷഹീദായിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ തരുണത്തിൽ ഓർത്തത് സഅദ് ബിൻ മുആദിനെയാണ്. പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞതും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് അദ്ദേഹത്തിനുള്ള മഹത്വവും അദ്ദേഹത്തിനുള്ള സ്ഥാനവുമാണ് അറിയിക്കുന്നത്. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിന്റെ ഷഹാദത്തോടനുബന്ധിച്ച് പറഞ്ഞ ചില മൊഴികൾ, ഹാദർ റജുലു സാലിഹ് അല്ലദീ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ. സഅദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ ആകാശ ലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തിന്റെ റൂഹിനെ ഉപരിലോകത്ത് സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇന്നമാ കാനത് തഹ്മിലുഹുൽ മലായികതു മഅഹും, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മുസ്ലിമീങ്ങൾ വഹിച്ചപ്പോൾ മലക്കുകളും അവരോടൊപ്പം ആ ജനാസ വഹിക്കുവാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. വേറെ റിപ്പോർട്ടിൽ നസല ലിമൗതി സഅദ് ബിൻ മുആദിൻ 70000 മലക് മാ വതഅഹു അൽ അർദ ഖബ്ലഹാ. സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോൾ ആ ജനാസയിൽ സംബന്ധിക്കുവാൻ 70,000 മലക്കുകൾ ഇറങ്ങുകയുണ്ടായി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക്. ആ മലക്കുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതിനു മുമ്പ് ആ മലക്കുകൾ ഭൂമി കണ്ടിട്ടില്ല, ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് കരിഞ്ഞ 70,000 മലക്കുകൾ, അവരെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സഅദ് റളിയല്ലാഹു തആലയുടെ വീര്യവും മഹത്വവും. എന്നാൽ സഅദ് റളിയല്ലാഹു തആലയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനം കൂടി ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണത്? ഖബറിന്റെ ഇടുക്കവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ ഖബരി ലദമ്മ, ഖബർ ഇടുങ്ങും. ഏതൊരു ജനാസ കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുമ്പോഴും ഖബറിന് ഇടുക്കമുണ്ട്. ബർസഖി ലോകവുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമായതിനാൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടു, അനുസരിച്ചു, സമ്മതിച്ചു, വിശ്വസിച്ചു. ഖബറിന് ഇടക്കുണ്ട്, ഖബർ ഇടുങ്ങും. ചില റിപ്പോർട്ടുകളിൽ ദമ്മത്ത് എന്നാണ്, ചില റിപ്പോർട്ടിൽ ദഗ്തത്ത് എന്നാണ്. ഖബർ മനുഷ്യർക്ക് ഇടുങ്ങും, മയ്യത്തിന് മേൽ ഇടുങ്ങും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തിരുമൊഴി പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ? ഇന്നലിൽ ഖബരി ലദമ്മ ലൗ നജാ മിൻഹാ അഹദുൻ ലനജാ മിൻഹാ സഅദ് ബിൻ മുആദ്. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് വല്ലവരും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് വരെ ഖബറിടം ഇടുങ്ങുകയുണ്ടായി എന്നാണ്. ഇടുക്കം രണ്ട് രീതിയിലാവാം. പാപിയാണ് എങ്കിൽ ശിക്ഷിക്കുവാനുള്ള ഇടുക്കം, പുണ്യാളനാണ് എങ്കിൽ ആശ്ലേഷിക്കുവാനുള്ള ഇടുക്കം ആയിരിക്കും. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തിരുമൊഴിയിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം പ്രത്യേകം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സുമ്മ റൂഹിയ അൻ, സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഖബറിടം ഇടുങ്ങി, പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഖബറിൽ വിശാലത നൽകപ്പെടുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഖബറിന്റെ ഈ ഇടുക്കം, അതിൽ നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടേണ്ടതുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വരെ ഖബറിന്റെ ഇടുക്കത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഅദിനെ, അദ്ദേഹത്തിന്റെ മഹത്വത്തെ നമുക്ക് അറിയിച്ചു തരികയാണ് ചെയ്യുന്നത്. ഒരു 35കാരൻ ഈ ദുനിയാവിൽ നിന്ന് പരലോകയാത്രയാകുമ്പോൾ സഹോദരന്മാരെ, ഇസ്ലാമിൽ അദ്ദേഹം കടന്നു വരുന്ന തന്റെ 30ാമത്തെ വയസ്സിലാണ്. 5 വർഷക്കാലമാണ് അദ്ദേഹം ഇസ്ലാമിൽ ഉണ്ടായത്. ഉപരിലോകത്തിന്റെ ഈ ആദരവുകളെല്ലാം ഏറ്റുവാങ്ങിയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പരലോകയാത്രയിൽ ആകുന്നത്. എങ്കിൽ ഇത്തരം പുണ്യാളന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മളെയും അവരോടൊന്ന് തട്ടിച്ചു നോക്കേണ്ടതല്ലേ? ഈ മഹത്വങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ സഅദ് ബിൻ മുആദ് ഇസ്ലാമിൽ 5 വർഷമാണ് ഉണ്ടായത്. നമ്മളൊക്കെ ഇസ്ലാമിലായിട്ട് എത്ര വർഷമായി? ഈ ഇസ്ലാമിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ എന്താണ്? നമ്മൾ നമുക്കാക്കിയ സൽപ്രവൃത്തികൾ എന്താണ്? ഇത് നമ്മൾ ഇത്തരുണത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. പുരുഷായുസിന്റെ ബർക്കത്ത് അത് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. ആ ബർക്കത്ത് ലഭിച്ചത് കൊണ്ടാണ് 5 വർഷം ഇസ്ലാമിൽ ഉണ്ടായ സഅദ് റളിയല്ലാഹു തആല അൻഹു ധാരാളം വർഷങ്ങൾ ഇസ്ലാമിൽ ജീവിച്ച ഒരു മഹാരഥനെ പോലെ ഇന്നും ഇസ്ലാമിക ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്.
ചരിത്രം നമ്മളോട് അതിൻ്റെ കഥയോതുമ്പോൾ നമ്മൾ കേവലം ചരിത്രം കേട്ടു പോവുക എന്നുള്ളതല്ല, പ്രത്യുത നമ്മളെ അളക്കുകയും മഹത്തുക്കളോട് നമ്മളെ തുലനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്, തുല്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെയും പുരുഷായുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽകീർത്തിയും സൽപേരും അനുഗ്രഹവും ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അമലുകൾ എടുക്കുകയും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് സൽപ്രവൃത്തികളെ നമുക്ക് വേണ്ടി പെരുപ്പിക്കുകയും ചെയ്യണം. ഈ നാളുകൾ ശൈത്യത്തിൻ്റെ നാളുകളാണ്. അള്ളാഹു കനിഞ്ഞരുളിയ അനുഗ്രഹീത നാളുകളാണ് ശൈത്യത്തിൻ്റെ നാളുകൾ. ചില പുണ്യാളന്മാർ പറഞ്ഞു, ശൈത്യത്തിൻ്റെ നാളുകളിൽ അള്ളാഹുവിൽ നിന്ന് ബർക്കത്തിറങ്ങും. പകലിന് നീളം കുറവ്, രാത്രിക്ക് നീളം കൂടുതൽ. അപ്പൊ പകലിൽ നോമ്പെടുക്കാൻ സുഖാണ്, രാത്രി നമസ്കരിക്കുവാനും ഖുർആൻ പാരായണത്തിനും സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ശൈത്യത്തിൻ്റെ നാളുകളിൽ നമ്മളുടെ അമല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സൗമു ഫി ശിത അൽ ഗനീമത്തുൽ ബാരിദ. ശൈത്യകാലത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അൽ ഗനീമത്തുൽ ബാരിദ, തണുത്ത ഗനീമത്താണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? ക്ലേശമില്ലാതെ പ്രയാസമില്ലാതെ നോമ്പെടുത്ത് കൂലി നേടാൻ സാധിക്കുക. ഇപ്പൊ ശൈത്യത്തിൽ ഫജർ എപ്പളാ? വളരെ വൈകിയ. മഗ്രിബ് എപ്പളാ? വളരെ നേരത്തെയാണ്. ഈ ഒരു പകലിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമല്ല, വളരെ എളുപ്പത്തിൽ പുണ്യം നേടിയെടുക്കാവുന്ന ഒരു അവസരമാണ് ശൈത്യകാലം. അതുകൊണ്ട് തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഗനീമത്ത് നേടിയെടുക്കുവാൻ നമ്മൾ ഈ ശൈത്യത്തെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ മഹത്തുക്കളൊക്കെ അവരുടെ പുരുഷായുസിനെ അനുഗ്രഹീതമാക്കിയതുപോലെ നമ്മളും നമ്മുടെ പുരുഷായുസിനെ അനുഗ്രഹീതമാക്കുവാൻ വേണ്ടി പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളിൽ അവന്റെ അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അള്ളാഹുവിന്റെ ബർക്കത്തും അള്ളാഹുവിന്റെ നഫ്ഹത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മഗ്ഫിറത്തും നമ്മളിലേക്ക്, നമ്മുടെ ഈ വേദിയിലേക്ക് അള്ളാഹു ചൊരിയുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള അഫും ആഫിയത്തും നമുക്കും അവർക്കും കനിയുമാറാവട്ടെ. അള്ളാഹു ഇഹത്തിലും പരത്തിലും ഒരുക്കി അവന്റെ മുആഫാത്തുൻ ദായിമ അവർക്കും നമുക്കും അള്ളാഹു കനിയുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിന്റെ ജന്നത്തിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഒരു ഇടമേകി നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.